ഐ ഷുഡൻ ബി സെയിങ് ദിസ്, പക്ഷെ ഒരു കിഡിലൻ പാസീവ് ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പ്ലാൻ ആൻഡ് അതിൻ്റെ ഒരു സിസ്റ്റം, അതാണ് ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ വീഡിയോ കിട്ടുന്ന ലൈക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഞാൻ എൻഗേജ്മെൻറ്റ് അനുസരിച്ചിരിക്കും ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നത്. ഞാൻ വെറുതെ എന്തിനാ എഫേർട്ട് ഇടുന്നത് അല്ലേ? അപ്പോൾ ബിൽഡിംഗ് പാസീവ് ഇൻകം പ്രീമിയം മൊബൈൽ കാർ വാഷ് പാർട്ട് 1. നമുക്കൊരു കാർ വാഷ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ കാർ വാഷ്, അതായത് ഒരു ലൊക്കേഷനിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ കാർ വാഷ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിംഗിൾ ലൊക്കേഷനിലേക്ക് കൺഫൈൻഡ് ആണ്, ആ ഒരൊറ്റ ലൊക്കേഷനിൽ ഉണ്ടാവുള്ളൂ അല്ലേ? ഓഫ് കോഴ്സ്. ഇനി ഹ്യൂജ് ഒപ്പെക്സ് ആണ്. എന്തൊക്കെയാണ്? അതിന് റെൻ്റ് ഉണ്ട്. ഇനി അതിൻ്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് അതിന് ചുറ്റുവട്ടത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ കൊടുത്താൽ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം. പിന്നെ സേവ, ഇലക്ട്രിസിറ്റി, പിന്നെ മേജറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒപ്പെക്സ് എന്നുള്ള രീതിയിൽ അതിന് വരും. ഇനി പ്രോ എന്താ? ഒരു നല്ല ലൊക്കേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ലൊക്കേഷനിൽ പ്രോപ്പറായിട്ടുള്ള ട്രസ്റ്റും റാപ്പും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കാർ വാഷ് എന്ന് പറയുന്നത് എപ്പോഴും വോളിയം ബേസ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ അത്രയും വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ട്രഡീഷണൽ കാർ വാഷിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. ഇനി മൊബൈൽ കാർ വാഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മോസ്റ്റ് മോഡൽസിന് ലൊക്കേഷൻ ലിമിറ്റ് ഇല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകാം. പക്ഷേ എംപ്ലോയീസ് വളരെ സ്കിൽഡും എത്തിക്കലായിരിക്കണം. കാരണം നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനില്ല, ആൾക്കാരെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. രണ്ടാമത്തെ വിഷയം, റൈറ്റ് ടെക്നീക്ക് അല്ലെങ്കിൽ റൈറ്റ് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ചെന്നെടുത്ത് എന്ത് വൃത്തിയുടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല നല്ല പ്രീമിയം വെഹിക്കിൾസ് കഴുകാൻ പോകുമ്പം അത് ഡാമേജ് ആവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ, ഡ്രൈവർ കം വാഷർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ആളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഇതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതും കുറച്ചൊരു കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ മൊബൈൽ കാർ വാഷിൻ്റെ കാര്യത്തിൽ തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം. എന്താ? ഒന്ന് പാർക്കിംഗ് കാർ വാഷാണ്. നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബിൽഡിങ്സിലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലും നമുക്ക് കോൺട്രാക്ട് എടുക്കുക, അവർക്ക് റെൻറ്റ് കൊടുക്കുക, അവർക്ക് ഈ ട്രോളീസ് വാങ്ങിക്കൊടുക്കുക. 800 to 1500 dirhams വരും ട്രോളിക്ക്. ഒരാളെടുക്കുക, ഷെയറിംഗ് ബേസിസിൽ 30-70 ബേസിസിൽ സാലറിക്ക് ആളെടുത്ത് നമ്മൾ കോൺട്രാക്റ്റ് സെർവ് ചെയ്യുന്നു, റെൻറ്റ് കൊടുക്കുന്നു. എഗെയിൻ കോൺട്രാക്റ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. അത് കാരണം എല്ലാവർക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെള്ളം അവിടെ ഇവിടെ ഇടുക, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട് എല്ലാ ബിൽഡിങ്ങുകൾക്കും. അവരവരുടേതായ മെയിൻ്റനൻസ് നോക്കണമല്ലോ. അപ്പോൾ കോൺട്രാക്ട് കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടിയാൽ തന്നെ ഒരാൾ വിട്ടുകൊടുക്കുകയില്ല. ഇനി നമ്മളുടെ മോഡൽ എന്ന് പറയുന്നത് വാനാണ്, അതായത് മൂവിങ് മോഡലാണ്. അതായത് ഒരു വാൻ ഉപയോഗിച്ച് ആൾക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ബിൽഡിങ്സിൽ ചെന്ന് കഴുകി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ കാർ വാഷ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ലക്ഷറി, പ്രീമിയം അല്ലെങ്കിൽ നോർമൽ റേഞ്ച് പിടിക്കാം. നമുക്ക് പ്രീമിയം പിടിക്കാം, അതൊരു മിഡ് റേഞ്ച് നല്ല പ്രൈസിങ്ങിൽ ചെയ്യുന്നത്. അൾട്രാ ലക്ഷറി അല്ല, വളരെ ചീപ്പായിട്ടല്ല, പ്രീമിയം റേഞ്ചിൽ നല്ല ക്ലീനായിട്ട് പിടിക്കുന്ന ഒരു മൊബൈൽ കാർ വാഷിൻ്റെ സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ശരി.